ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 161. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികർ നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ടെറാമോ, ഫെബ്രുവരി 2, 1994. ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ച വെച്ച തിരുനാൾ. 551. നിങ്ങളിലുള്ള എൻ്റെ വിശ്വാസമാകുന്ന ദാനം. വത്സര മക്കളെ, നിങ്ങളെ എൻ്റെ മാതൃകരങ്ങളിൽ എടുത്തുകൊണ്ട് ദിവ്യനാഥൻ്റെ ദേവാലയത്തിൽ കൊണ്ടുപോയി ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വപൂർത്തീകരണത്തിനായി സമർപ്പിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. ഇതിനുവേണ്ടി ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും തന്നെ എൻ്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്ന വഴിയിൽ കൂടി ഓരോ ദിവസവും നിങ്ങളെ നയിക്കുന്നതും കഴിഞ്ഞ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ മാതൃസഹജമായ ഉപദേശം കൊണ്ട് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. പിതാവിൻ്റെ ദൈവേഷ്ടം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് അത് നിങ്ങൾ അങ്ങ് മഹത്വപ്പെടണം. നിങ്ങൾ ദൈവീക കാരുണ്യം ചൊരിയുന്ന ഉപകരണങ്ങളായി തീരത്തക്കവണ്ണം പുത്രൻ നിങ്ങളിൽ പുനർജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും പരിവർത്തനം ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഈ അന്ത്യനാളുകളിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രകാശമായും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നുകം വഹിക്കുന്നവർക്ക് ജീവനായും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടിമപ്പെട്ടു പോയവർക്ക് സ്നേഹമായും നിങ്ങൾ തീരണം. നിങ്ങൾ കഷ്ടപ്പാടുകളാൽ വലയുന്നവർക്ക് ആശ്വാസമാകണം. ദരിദ്രരും രോഗികളുമായവരുടെ മുറിവുകൾക്ക് ലേപനവും കുഞ്ഞുങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ബലഹീനതയ്ക്ക് ശക്തിയുമായി തീരണം. ഇപ്രകാരം നിങ്ങളിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ ദാനം എല്ലാവർക്കും വീതിച്ചു നൽകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ വിശ്വസ്ത ദാനങ്ങളായിരിക്കണം. ഇന്ന് വളരെയേറെ ക്ലേശം അനുഭവിക്കുന്നതും വിഭാഗീയതയ്ക്കിടയാകുന്നതും ഞെരുക്കപ്പെടുന്നതും വലയ്ക്കപ്പെടുന്നതുമായ സഭയ്ക്ക്, കൈപ്പേറിയ കഷ്ടാനുഭവത്താൽ കാൽവരി കയറുന്ന സഭയ്ക്ക് നിങ്ങൾ അത്താണികളാകണം. നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലല്ലാതെ ഒരിക്കലും സഭയ്ക്ക് അതിൻ്റെ സ്വർഗീയ മാതാവിൻ്റെ വാത്സല്യവും കരുണാർദ്രമായ സഹതാപവും അനുഭവിക്കേണ്ട ആവശ്യം ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. സഭയോടുള്ള എൻ്റെ അമ്മയ്ക്കടുത്ത ചുമതല ഞാൻ നിങ്ങൾ വഴിയായി നിറവേറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയ സ്പന്ദനത്തോടൊപ്പം നിങ്ങൾ സഭയെ സ്നേഹിക്കുക. അതിൻ്റെ വിയർപ്പ് നിങ്ങൾ തുടച്ചു മാറ്റണം. അതിൻ്റെ മുറിവുകൾ നിങ്ങൾ സുഖപ്പെടുത്തണം. വേദനയിൽ സാന്ത്വനം അരുളണം. അതിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുവെക്കണം. അത് വഹിക്കുന്ന ഭാരമേറിയ കുരിശ് ബലിയർപ്പണത്തിനായി കാൽവരിയിലേക്ക് ചുമന്നുകൊണ്ടു പോകുവാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ പരിശുദ്ധ പിതാവിനോടും മെത്രാന്മാരോടും പ്രാർത്ഥനയിലും പുത്രസഹജമായ സ്നേഹത്തിലും അടുത്തു കഴിയുക. നിങ്ങളുടെ സഹോദര വൈദികരെ നിങ്ങൾ സംരക്ഷിക്കണം. അതിലെല്ലാം ഉപരിയായി ഏറ്റവും ബലഹീനരെയും അത്യധികം തളർന്നവരെയും ഈ അവസാന നാടുകളിലെ ഞെരുക്കങ്ങളുടെ ഭാരത്താൽ തളർന്നു പോകുന്നവരെയും സഹായിക്കുവാൻ നിങ്ങൾ ഓടിയെത്തണം. നിങ്ങളുടെ സ്വർഗീയ അമ്മ പാപികളുടെയും സഭയിൽ നിന്ന് വിട്ടുപോയി നിൽക്കുന്നവരുടെയും ദരിദ്രരുടെയും പീഡിതരുടെയും തിരസ്കൃതരുടെയും മുറിവുകളിൽ താണുവീണ് തൈലം പൂശി സുഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവളുടെ കരുണ ചൊരിയുന്നതും സൗമ്യമായ കൈകളും ആയിത്തീരണം. അപ്പോൾ നിങ്ങൾ സ്വയം സഭയ്ക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ദാനമായി തീരും. നിങ്ങൾ നിരാലംബരായ മനുഷ്യരാശി മുഴുവനും എൻ്റെ വിശ്വാസത്തിൻ്റെ ദാനമായിരിക്കണം. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും മാർഗത്തിലൂടെ ദൈവത്തിങ്കലേക്ക് തിരികെ വരാൻ അവരെ സഹായിക്കണം. മാനസാന്തരത്തിൻ്റെതായ ഏക മാർഗത്തിൽ കൂടെ ചലിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷയും സമാധാനവും കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നിർണായകമായ ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ വർഷങ്ങളായി ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ തയ്യാറാക്കുകയായിരുന്നു.
ഇപ്പോൾ തന്നെ മനുഷ്യരാശിയുടെ മേൽ ആഞ്ഞടിക്കുന്ന ഭയങ്കര കൊടുങ്കാറ്റിൽ എത്രയോ പേർ തൂത്തെറിയപ്പെടും. നിർണായകമായ പരീക്ഷണത്തിൻ്റെ സമയമാണിപ്പോൾ. എൻ്റെ നിർമ്മല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട മക്കളെ, ഇത് എൻ്റെ കാലമാണ്. നിങ്ങളിൽ കൂടെ എന്നെ തന്നെ വെളിപ്പെടുത്തുവാനും എല്ലാവർക്കും എൻ്റെ ഉത്തമ വിശ്വാസം ദാനമായി നൽകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കനത്ത നാശനഷ്ടങ്ങളുടെയും പൊതുവായ സംഭ്രാന്തിയുടെയും നാളുകളിലൂടെ ആയിരിക്കും എൻ്റെ ദാനം ഏറ്റവും കൂടുതൽ ചൊരിയപ്പെടുന്നത്. ഇക്കാരണത്താലാണ് എൻ്റെ മാതൃകരങ്ങളെ നിങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവിക മഹിമയുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്നെ അനുവദിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ ഈ അന്ത്യനാളുകളിൽ എൻ്റെ വിശ്വാസദാനം പകർന്നു നൽകിക്കൊണ്ട് എല്ലാവർക്കും പ്രത്യാശയുടെ ദീപമായി നിങ്ങൾ പരിലസിക്കണം. ഹൊണ്ടുറാസ്, ഫെബ്രുവരി 11, 1994, 512. ലൂർദിലെ ദർശനത്തിൻ്റെ വാർഷികം എനിക്ക് ആശ്വാസമായി. ലൂർദിൽ എൻ്റെ വിനീതയും ദരിദ്രയുമായ മകൾ ബെർണദീത്തയ്ക്ക് പ്രതിഷ്ഠമായതിൻ്റെ വാർഷികമാണല്ലോ ഇന്ന് നിങ്ങൾ കൊണ്ടാടുന്നത്. കുഞ്ഞുമക്കളെ, നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മധ്യ അമേരിക്കൻ രാജ്യത്ത് എന്നെ പ്രത്യേകവിധം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അനേകം മക്കൾ എനിക്കുണ്ട്. എത്ര ആവേശത്തോടു കൂടിയാണ് അവരുടെ സ്വർഗീയ മാതാവിൻ്റെ സന്ദേശം അവർ സ്വീകരിച്ചത് എന്ന് നീ കാണുന്നില്ലേ? മക്കൾക്കടുത്ത നിർമ്മല സ്നേഹം എത്രമാത്രം എന്നോടുള്ളത്. എൻ്റെ ഹൃദയം ഈ കാലത്തെ പാപങ്ങൾ, അവിശ്വസ്തത, അഹങ്കാരം, ദൈവിക കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ് എന്നിവയാലും എൻ്റെ മാതൃസഹജമായ ഇടപെടലുകളെ കണ്ണടച്ച് തിരസ്കരിക്കുന്നത് മൂലവും ആഴമായി ക്ഷതമേൽപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ഏറ്റവും കുഞ്ഞുമക്കൾ എന്നെ സ്വാന്തനപ്പെടുത്തുന്നു. എനിക്ക് ആശ്വാസം കിട്ടുന്നത് ഏറ്റവും ദരിദ്രരായവരിൽ നിന്നാണ്. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം എന്നെ സ്പർശിക്കുന്നു. അവരുടെ സൗമ്യത, കീഴ്വഴക്കം എന്നെ ആശ്വസിപ്പിക്കുന്നു. എത്ര തുറന്ന മനസ്സോടും ഹൃദയത്തോടും കൂടെ അവർ എൻ്റെ വാക്ക് ശ്രവിക്കുകയും സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. സമ്പത്തിലും അരൂപിയിലും ദരിദ്രരായിട്ടുള്ളവ ഇവർക്ക് സത്യമായും ദൈവത്തിൻ്റെ വാഴ്ച സംജാതമായിട്ടുണ്ട്. അത് ദിവ്യപ്രതാപത്തോടെ നിങ്ങളുടെ ഇടയിലേക്ക് അതിവേഗം എത്തും. എന്നെ ആശ്വസിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ ജീവിക്കുന്നവരും യേശു അവിടുത്തെ ദിവ്യ സ്നേഹമാകുന്ന സ്വർഗീയ ഉദ്യാനത്തിൽ അവരെ രൂപപ്പെടുത്തി സംരക്ഷിക്കുന്നു. എത്ര സ്നേഹവായ്പോടെയാണ് അവരെ എൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഞാൻ ആശ്വസിപ്പിക്കുന്നത്. ഇവർക്ക് മാത്രമേ എൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ രഹസ്യം, എൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള വെളിച്ചം, എൻ്റെ പോരാട്ടത്തിൻ്റെ രൂപരേഖ, എൻ്റെ വിജയത്തിൻ്റെ നിമിഷം ഞാൻ വെളിപ്പെടുത്തുകയുള്ളൂ. എൻ്റെ നിർമ്മല ഹൃദയത്തിൽ പ്രോജ്വലിക്കുന്ന അറകളിൽ ചേക്കേറുന്ന പുത്തൻ ഹൃദയങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ പുത്തൻ ഹൃദയങ്ങളെ ഞാൻ രൂപീകരിക്കുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിനെതിരെയാണ്, സർവ്വത നശിപ്പിക്കുന്ന സ്വാർത്ഥതയ്ക്കെതിരെയാണ്, മരവിക്കുന്ന ഹൃദയശൂന്യതയ്ക്കെതിരായാണ്, വളരെയധികം പേരുടെ ഹൃദയങ്ങളെ തകർക്കുന്ന ഹൃദയകാഠിന്യത്തിനെതിരായാണ്, പാവങ്ങളെയും പരിത്യജിക്കപ്പെട്ടവരുടെയും ആവശ്യങ്ങൾക്ക് നേരെ കൊട്ടിയടച്ച തണുത്ത ചേതനയറ്റ ഹൃദയങ്ങൾക്കെതിരെ ഞാൻ മെനയുന്ന പുതിയ ഹൃദയങ്ങൾക്ക് എൻ്റെ മാതൃഹൃദയത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ സ്പന്ദനം എല്ലായിടത്തും പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹം എപ്രകാരമുള്ളതാണെന്നും നിങ്ങളുടെ സ്വർഗീയ അമ്മ ആശ്വസിപ്പിക്കുന്ന സ്നേഹം ഏതു തരമാണെന്നും ഈ ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്നത് ഹോണ്ടുറാസ് എന്ന ഈ ചെറിയ രാജ്യം ആണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു വലിയ ഹൃദയം ഇതിനുണ്ട്. ഇന്ന് നിങ്ങൾ പ്രസിഡന്റിൻ്റെ ആസ്ഥാനത്ത് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റിനോടൊപ്പം എൻ്റെ വിമല ഹൃദയത്തിന് ഈ റിപ്പബ്ലിക്കിനെ പ്രതിഷ്ഠിച്ചുവല്ലോ. ഈ രാജ്യത്തെ ഞാൻ പ്രത്യേക സംരക്ഷണത്തിൽ ഏറ്റെടുക്കുന്നത് കാരണം ഞാൻ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടത് നിങ്ങൾ നിവർത്തിച്ചു. ഈ രാജ്യം എന്നെ പ്രത്യേകവിധം ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുകയാണ്. അമ്മയുടെ സൈന്യത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ എല്ലാവരും പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്വയം പ്രതിഷ്ഠ കൂടുതൽ ഇടയ്ക്കിടെ പുതുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നു. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കുന്നു. അമ്മയുടെ വിനീത ഹൃദയത്തിന് തുണയായി നമ്മൾ മാറണം.
അമ്മയുടെ സൈന്യത്തിൽ അങ്ങനെ നാം സംഘാംഗങ്ങളാകണം. വിനയത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും നന്മയുടെയും നന്മ ചെയ്യലിൻ്റെയും പ്രവർത്തിക്കലിൻ്റെയും വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽ നമ്മൾ അംഗങ്ങളായിത്തീരുന്നത്. പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ അവസാന കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെയും യാചനയുടെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒക്കെ മനുഷ്യരായി നമുക്ക് മാറാം. പരിശുദ്ധ അമ്മയും ഈശോയും അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതേസമയം വചനം ജീവിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാതിരിക്കട്ടെ. ഓരോ നിമിഷവും വചനം ജീവിക്കുക. പാപികളായിരുന്നിട്ടും യേശു നമ്മെ വിളിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.